തന്തൂരി മസാല. നമ്മളിന്ന് തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണം. പേടിക്കാതെ പേടിക്കല്ലേ. സരിതേ സരിതേ, അയ്യോ എന്റെ കൊച്ചമ്മ ഇങ്ങോട്ട് വരണം. വരുന്നു. ഞാൻ വിചാരിച്ചേ അങ്ങോട്ട് തിരിഞ്ഞു നിക്കണായിരുന്നെങ്കിൽ പേടിപ്പിക്കാമല്ലോ എന്ന് ഓർത്തായിരുന്നു. എനിക്ക് മനസ്സിലായ അത്. എത്തി നോക്കിയപ്പോ തന്നെ കൺമുന്നിൽ അമ്മായി നോക്കിക്കണ്. കിട്ടിയാ? ഓ കിട്ടി കിട്ടി. പോരെ? പിന്നെ ധാരാളം. തൃപ്തിയായോ? തൃപ്തിയായി. കണ്ണ് നിറഞ്ഞിരിക്കുന്നു കുട്ടി, നിറഞ്ഞിരിക്കുന്നു. എനിക്ക് പണിയില്ല. ഞാൻ വെച്ചത് ഇനി വെട്ടി മുറിക്കുകയൊക്കെ വേണമല്ലോ നേരത്തെ. ഞാൻ ഇത്രയൊക്കെ ചെയ്തില്ലേ? ധാരാളം. അപ്പൊ ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം? ഇത്രയും ചെയ്തതുകൊണ്ട് റെസ്റ്റ്. ഓ വളരെ സന്തോഷം. ഞാൻ പോണ്. എനിക്ക് കുറച്ച് പണിയുണ്ട്. അപ്പൊ ഞാൻ ഇതാ റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് പണിയാ? പറഞ്ഞു കഴിഞ്ഞാ വാളു? തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടേ ഉള്ളോ? ഇത്ര നേരം പിന്നെ എന്തിനായിരുന്നു? അല്ല മോളെ, ഇതെന്താണ് സംഭവം? ഇത് സവാളയും നമ്മുടെ ഉണക്കമുളകില്ലേ, അത് രണ്ടും മാത്രമോ? അത് രണ്ടും മാത്രം അരച്ച് പേസ്റ്റ് ആക്കി വെച്ചതാ. അതാണ് എനിക്ക് ദോശക്ക് അരക്കണ ഒരു മുളകും ഉള്ളിയും കൂടെ അരക്കണ ആ ഒരു മണം അടിക്കണം. മണം അടിച്ചാ? സത്യം. ഇത് നമ്മുടെ തന്തൂരി മസാല. തന്തൂരി മസാല. നമ്മളിന്ന് തന്തൂരി ചിക്കനാണ് ഉണ്ടാക്കാൻ പോണം. ഇത് നമ്മുടെ ഗരം മസാല. ഇച്ചിരി മതി. എന്താ? ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. നീ ഇതെന്താന്ന് പറഞ്ഞോ? എന്താ? കുരുമുളക് പൊടി. കുറച്ച് മുമ്പേ ഞാൻ കണ്ട. ഇതെന്താന്ന് പറഞ്ഞോ? പറയണ എന്നോട് പറയാത്തുണ്ടോ? അതെ. നീ ഇതെന്താന്നറിയോ? ഇല്ല, അറിയില്ല. വിനീഗർ. ഞാൻ കടലുള്ള മാളു, മാളുവേ. അതി കൈ നല്ല എരിവാ അമ്മായി. അരച്ചപ്പോ തന്നെ നല്ല എരിവ്. മുളകല്ലേ അമ്മ? എന്നോടാണോ ചേച്ചിയോടാണോ കൈ എന്ന് പറഞ്ഞത്? ആരോടാ? നിന്റെ അടുത്ത് പറഞ്ഞു. അവളെല്ലാം കത്തി വെച്ചേക്കണത്. യാത് പൊട്ടത്തി. അമ്മേ, ഞാൻ എനിക്ക് വേണ്ടി പറഞ്ഞതാന്ന്. അല്ല ചേച്ചി അങ്ങനെ വിചാരിച്ചു, ഞാനും അങ്ങനെ വിചാരിച്ചേ. അതാ ചേച്ചി റിപ്ലൈ ഞാൻ പറയാണ് കൈ സൂക്ഷിച്ചോന്ന്. അത് ചേച്ചിയോട് റിപ്ലൈ പറയുവാ. ഞാനിവിടെ തച്ചിനിരുന്ന് എന്നെ പാവം എന്നെ അത്രയും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ച് സന്തോഷിച്ചിരിക്കണായിരുന്നു. നിന്റെ കയ്യിൽ കത്തിയില്ലായിരുന്നു. നാക്ക് കത്തിയല്ലേ ഉള്ളു. ഇനി മാളുവിന്റെ കയ്യിലാണേ. ചിക്കൻ തന്നാലല്ലേ എനിക്ക് പെരട്ടാൻ പറ്റുള്ളൂ. ഞാൻ കുറെ നേരമായിട്ട് അവള് പോന്തി വെച്ചതിനടുത്ത് പെരട്ട്. അത് പറ്റില്ല, എനിക്ക് 2 പണി ചെയ്യാൻ പറ്റില്ല. ഒരുമിച്ചിടാനോ? പിന്നെ കഴിയാറായല്ല.
എന്നാ പിന്നെ എൻ്റെ അടുത്ത് പറയാത്തത് അവള് കുറച്ചുകൂടെ കിടന്ന് ഉറങ്ങട്ടെന്ന് എനിക്കകത്തുണ്ട്. എന്താ നമുക്ക് ഉറക്കമില്ലായിരുന്നു. അല്ല അപ്പൊ ഇവള് കുറച്ചുകൂടെ ഉറങ്ങട്ടെന്ന് ഞാൻ വിചാരിക്കാത്ത ഇന്ന് എൻ്റെ അടുത്ത് അമ്മയോട് ഓൾറെഡി പറഞ്ഞല്ലോ അമ്മയ്ക്ക് റെസ്റ്റ് എന്ന്. എന്നിട്ട് ആ അമ്മ റെസ്റ്റ് എന്ന് പറഞ്ഞ ആളെ പിടിച്ച് പണിയെടുപ്പിക്കണേ എന്തിനാന്ന് ഓർത്തിട്ടാണ് അവളെ ഓ വിളിച്ചത്. അങ്ങനെ അല്ലേ. ഓ എനിക്ക് റെസ്റ്റൊക്കെ തന്നല്ല, അത് തന്നെ വലിയ കാര്യം. എന്റെ പൊന്നേ പറയണ കേട്ടാന്ന് ഇവിടെ ഇട്ട് പണി എടുപ്പിച്ച് കൊല്ലണം. ഈ അമ്മ ഭയങ്കര സാധനമായിട്ട് അമ്മ മാളു. പിന്നെ ആ ഇല്ലേ, സൂരജ് വന്നപ്പോ എന്നെ പറ്റി പറഞ്ഞു കൊടുത്തത് കേട്ടാ. എന്നാ അതിനി ആര് വന്നാലും പറയും. എന്റെ പൊന്നേ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്ത മാളു? ആ എന്നെ പറ്റി അധികം പറയണല്ലോ, ചേച്ചിയെ പറ്റി പറയണുള്ളൂ. ഞാൻ എന്ത് തെറ്റ് ചെയ്ത് അമ്മേനെ കൊണ്ട് തീറ്റിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. അത് തന്നെ ഒരു വലിയ കാര്യല്ലേ. ഞാൻ ദേഷ്യപ്പെട്ടല്ലല്ലോ പറഞ്ഞത്, സന്തോഷത്തിലല്ലേ പറഞ്ഞത്. എന്റെ പൊന്നെ കുറ്റം പറയണത് സന്തോഷത്തില്. പുതിയ പുതിയ എന്താണ് എന്ത് പറയുന്നേ? പുതിയ അടവ്. ആ എല്ലാം അറിയാം, എല്ലാം സ്വയമേ അറിയാം. പുതിയ അടവ്. എനിക്ക് ഈ ഒച്ച കേൾക്കുമ്പോ വരുന്ന പ്രാന്തുണ്ടല്ലോ. അല്ല ഞാൻ അങ്ങനെ നിന്നെ കുറിച്ച് കുറ്റം പറഞ്ഞപ്പോഴേ സൂരജിനും ചിരി വന്നല്ല, അപ്പൊ അവന്റെ ചിരി കാണുകയും ചെയ്യാ. സൂരജിനെ ചിരിപ്പിക്കാൻ എന്നെ കുറ്റം കേട്ടാ മാളു. നമുക്ക് തിരിച്ചു കൊടുക്കാം. എന്ന് എനിക്ക് വൈരാഗ്യം വീട്ടണം മാളു. അശോ വൈരാഗ്യ വീട്ടണം. ആ ആ അതല്ലേ ഞാൻ അടുപ്പിന്റെ അടുത്തുനിന്ന് മാറിയിരിക്കുന്നത്. എനിക്കറിയാം യാതൊരു നിമിഷവും നീ വൈരാഗ്യം വീട്ടും. വൈരാഗിയാണ് ഞാൻ, വൈരാഗി. വൈരാഗിക്ക് വേറെ വല്ല അർത്ഥം ഉണ്ടാവുള്ളൂ. വൈരാഗിയായ ഗൃഹസ്ഥനാണ്. ഇത് ഞാൻ ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. വൈരാഗി ദൈവത്തിനെ കുറിച്ചൊക്കെ പറയുമ്പോ പറയത്തില്ല വൈരാഗി. എന്താ അതിന്റെ അർത്ഥം? ഇത് ശിവനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. വൈരാഗി ഗൃഹസ്ഥനാണ് ഞാൻ എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ. അതാണ് ഞാൻ എവിടെയോ ഇങ്ങനെ പാർവതി ശിവൻ. അത് ഞാൻ ശിവന്റെ നക്ഷത്രമാണ്. അതാണ്. അപ്പൊ എന്താ വൈരാഗി എന്ന് പറഞ്ഞത്? വൈരാഗിയായ ഗൃഹസ്ഥനാണ് ഞാൻ എന്ന് ശിവൻ പറയത്തില്ലേ കൈലാസനാഥൻ ഞാൻ ഉണ്ടായിരുന്ന സമയത്ത്? എന്താ പാർവതി ദേവിയുടെ എന്താണ്? പഠിച്ചിട്ട് പറഞ്ഞാൽ ഡയലോഗേ പറഞ്ഞു ഇരിക്കട്ടെ. ഏത് നേരം നോക്കിയാലും അമ്പലത്തിലുണ്ടല്ലോ ആളു. ഇയാൾക്ക് അറിഞ്ഞൂടെ? അമ്പലത്തിനുള്ളില് ചിക്കൻ പെരട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ, അല്ല സീരിയലല്ല ഇത്, ചിക്കൻ പെരട്ടിക്കൊണ്ടിരിക്കുമ്പോഴല്ലേ ബാക്കി അങ്ങനെയൊന്നുമില്ല കാര്യം പറയണത്. പിന്നെ പിന്നെ ഇത് അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെ വിശ്വാസം എന്ന് മാത്രം. ഒരു ദൈവവും നമ്മളോട് പറഞ്ഞിട്ടില്ല മാംസം കഴിക്കാൻ പാടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇയാളോട് പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ അതുകൊണ്ട് ഞാൻ കഴിക്കണേന്നാ. കഴിക്കണേന്നാണോ കഴിക്കാത്തത്? ഞാൻ കഴിക്കാത്തത്. കേക്കണ്ടങ്ങേര് കഴിക്കാത്തത് കേട്ടമ്മാളൂ. ഞാൻ തല്ലിയാണെങ്കിൽ തീറ്റിക്കുന്നുണ്ടല്ലോ. അത് നീ തല്ലി തീറ്റിക്കണല്ലേ. അത് പേടിച്ചിട്ട് ഭഗവാനും അറിയാം. ഒന്നാമത് വയസ്സായതാണ്, എവള് വാക്കല്ലാതെ വല്ലതും എടുത്തിട്ട് തല്ലു വീഴുന്നു ഇറങ്ങി പോണെങ്കിലാ. അതുകൊണ്ട് കഴിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഒരു ദൈവവും പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ഇങ്ങനെ കഴിക്കാൻ പാടില്ല അങ്ങനെ കഴിക്കാൻ പാടില്ല എന്ന്. പിന്നെ അതൊക്കെ നമ്മുടെ ഒരു വിശ്വാസം. അതെ. ദൈവത്തിൻ്റെ അടുത്ത് പോകുമ്പോൾ നമ്മൾ ഇറച്ചിയും മീനും മുട്ടയൊന്നും തൊട്ടിട്ട് പോവില്ല, കഴിച്ചിട്ട് പോവില്ല എന്ന് പറയണത് നമ്മുടെ ഒരു വിശ്വാസം, നമ്മുടെ ഒരു മനസമാധാനം, സംതൃപ്തി. ഒരു തൃപ്തിക്ക് വേണ്ടിയിട്ടാ പോണത്. നിനക്കിപ്പോ തൃപ്തി വരെ നിനക്ക് വല്ലതും തിന്നാൻ തോന്നാ. നമ്മുടെ ചളി എനിക്ക് നിക്കാൻ വയ്യ. അടുത്ത് ഇന്ന് ചിക്കൻ പ്ലേറ്റിട്ട് ചേച്ചി പോയാണ്. വേഗം പെരട്ടെ. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അമ്മായി സ്നാക്സ് എടുത്ത് വെക്കുവോ? ഞാനിത് പെരട്ടി അടച്ചു വെച്ചിട്ട് വരാം. അപ്പൊ എന്നെ കൊണ്ട് പൊറുതി മുട്ടിയതല്ല, വാളിപ്പ്. വാളിപ്പ് കൊണ്ട് ഇങ്ങനെ ഒരാളെങ്കിലും വേണം. അതുകൊണ്ടല്ലേ ഞാൻ ആരെങ്കിലും വരുമ്പോ നിന്റെ ദൂഷ്യം പറഞ്ഞു കൊടുക്കണം. ദൂഷ്യം മീൻസ് എവള് എന്റെ അടുത്ത് കാണിക്കണ ഒരു പെരുമാറ്റം എന്നെ അടിക്കും. ഇത് കേൾക്കുമ്പോഴാ മാളു ആൾക്കാർ എന്ത് വിചാരിക്കും? അവരെന്ത് വിചാരിക്കും? എന്നാലും ഈ പെണ്ണ് ഇങ്ങനെയൊക്കെ ചെയ്യണല്ല വയസ്സായതല്ലേ എന്നല്ലേ വിചാരിക്കുള്ളൂ. പിന്നെ ഉറപ്പായിട്ട് എന്നെ വല്ല പോലീസും പിടിച്ചോണ്ട് പോകും കേട്ടോ അമ്മ. എന്തിനി? പ്രായമായവർ അങ്ങനെയൊന്നും പോലീസൊന്നും പിടിക്കൂല. പോലീസ് വരുമ്പോ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ നീ പേടിക്കണ്ട. ആൾക്കാർ കംപ്ലൈന്റ് കൊടുക്കും എന്നെ പറ്റി. ഇതാ വയസ്സായ സ്ത്രീ. അതിന് ഞാൻ അവരുടെ ചെന്ന് കംപ്ലൈന്റ് പറഞ്ഞാൽ അവര് കംപ്ലൈന്റ് കൊടുക്കും. ഞാൻ ഇപ്പൊ നിന്റെ അടുത്തല്ലേ ഇതൊക്കെ പറയണത്? അല്ല 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 എന്റെ അടുത്തല്ല പറഞ്ഞ, സൂരജിനോടാ പറഞ്ഞേ. സൂരജിനോട് പറഞ്ഞു. സൂരജ് അങ്ങനെയൊന്നും ചെയ്യണ ഒരു കൊച്ചല്ല.
അമ്മായി ഓ സ്നാക്സ് എടുത്ത് വെച്ചോ. ആ അടുത്ത് വയ്ക്കാം. മാളു ഞാൻ പോണു. അതൊന്ന് ഇച്ചിരി വെള്ളം ഒടിച്ച് കഴുകിയിട്ട് കമത്തി വെച്ച്. മതി, ഇത് കമത്തി വെച്ചു. ചേച്ചി പഴുത്ത മാങ്ങയല്ല, ചെനച്ച മാങ്ങ. അയ്യോ, എന്താ ജ്യൂസ്. എന്റെ സാരിയിൽ വീഴാനും പാടില്ല, നിന്റെ ഡ്രസ്സിൽ വീഴുകയും വേണം. ഇതാ എടുക്കമ്മായി, അന്ന് ഡ്രാഗൺ ഫ്രൂട്ട് കളഞ്ഞ പോലെ കളയല്ലേ. അത് നീ. ചേച്ചി ഞാൻ ആ ഓർക്കുന്നു, ഞാൻ പഴുത്തതാ. കൊളാവോ? പുളിപ്പുണ്ട് കേട്ടോ. പുളിപ്പുണ്ടാ? ചെറിയ പറഞ്ഞത് പുളിപ്പ്. നന്നായി. ടൺ 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 ടുടുൻ 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 ടുടുൻ. ശ്യാമളമ്മയ്ക്ക് പിന്നെ വേണ്ട, അതൊന്നും ചോദിക്കാൻ വേണ്ടല്ലോ. അത് പറഞ്ഞു. ഈ മാങ്ങ ഇഷ്ടമാണ്. കൊള്ളാവോ? നോക്കൂ, റെഡ് കളർ. കുറച്ചുകൂടെ പഴുത്തുന്നേ കിഡു മാങ്ങ. അങ്ങനെ ഈ വർഷത്തെ ഫസ്റ്റ് മാങ്ങ. ഞാൻ കാണിച്ചു തരാം. അയ്യോ, നീ ഉദ്ദേശിക്കുന്ന പോലെ കിട്ടൂല മാളു. കിട്ടിയാ? കിട്ടൂല. കിട്ടൂല ചേച്ചി. മച്ച മാങ്ങയൊന്നും കിട്ടിയല്ല. മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക് ആദ്യം കൈക്ക് പിന്നെ മധുരിക്ക്. പറഞ്ഞല്ലോ, കിട്ടി മോളെ. എന്നാലും അത്ര ഭംഗിയില്ല. ചെല്ലുന്ന മുതുനെല്ലിക്ക് ആദ്യം കഴിക്കൂല. എന്നാലും മറ്റേത് പഴുത്തതാണെങ്കിൽ അങ്ങ് വിട്ടു പോന്നേനെ. ഒരു ഭംഗി കേടില്ല, വിട്ടുപോതാ ദാദാ. എന്തൊക്കെയായിരുന്നു. നിനക്ക് വേണോണ്ടി എത്തണേ? എല്ലാവർക്കും എന്നോടാണല്ലോ വൈരാഗ്യം മൊത്തം. കുറച്ച് മുമ്പ് എന്തോ ഞാൻ പറഞ്ഞതൊക്കെ ചളി വർത്തമാനം. അത് നിനക്കതുകൊണ്ട് വേണം. ആ ചേച്ചിക്ക് വേണോടി എന്നാണ് പറഞ്ഞത്. ആ ഞാൻ ചേച്ചി ചോദിച്ചതായിരിക്കും. ഏത് മാങ്ങ നല്ലത്? മാളു, ഓ, ഈ മാങ്ങണ്ടിക്ക് കൂട്ടിക്കോ. ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു ഈ ഡയലോഗ്. വല്ലാണ്ട് ഓർക്കുന്നു ഞാൻ. എന്നെ നടക്കൂല ഞാൻ. മറക്കണ്ട. മറക്കരുത് നീ. അല്ല, ഇപ്പോഴും നീ അവള് വിളിച്ചപ്പോ വിളിയാട്ടല്ല. വിളിയിട്ട് എന്നിട്ട് ഞാൻ വല്ലാണ്ട് ഓർക്കുന്നു. എന്നിട്ട് എന്നെ ഇങ്ങനെ ആ പുളിഞ്ച കണ്ണു വെച്ചിരുന്നു. ഓട്ട പിടി പിടി. ഉം. ഞാൻ പോട്ടെ. ഞാനേ അടുപ്പത്ത് വിറകും വെച്ച് ഉരുളിയും വെച്ചിട്ടാ വന്നിരിക്കുന്നെ. ചൂടായിട്ടുണ്ടാവും. നിങ്ങൾ കഴിച്ചിട്ടൊക്കെ വാട്ടാ. നമ്മളിപ്പോ വരും. വൈകുന്നേരത്ത് കഴിച്ചോ. ഇത് പുളിയാ? തിരി. ചൂടായ നീ ഒരു കാര്യം ചെയ്യോ, ഇതൊന്ന് മുറിക്കോ. ഇത് ഇത്ര മതി, ഇത്ര മതി. അടുക്കട്ടോ. എന്നിട്ട് നീ പോയിട്ടേ ആ വലിയ മൂടി എടുത്തോണ്ട് വരുമോ? ആ താങ്ക് യു. ആ എടുത്തിട്ട് വരാം. വലിയ ശ്വാസ. അതിരുന്നാവുമ്പോഴേക്കും നമുക്ക് അടുത്ത സ്നാക്സ് കഴിച്ചാലോ? ഓക്കെ. എങ്കിൽ നിങ്ങൾ വിട്ടോ, ഞാൻ കൈ കഴുകിയിട്ട് വരാം. അതെ, എനിക്കും കൈ കഴുകണം. ഞാനും കൂടെ കഴിവാ.
ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മീ, ഹാപ്പി ബർത്ത്ഡേ അമ്മ. എല്ലാവർക്കും പാടിയിട്ടുണ്ട് ഞാൻ. അവിടെ എന്തോ ഹാപ്പി ബർത്ത്ഡേ തുടങ്ങി കേട്ടോ, പക്ഷെ ബാക്കി പാടില്ല. വിത്തൗട്ട് ലെമൺ ടീ. എന്നിട്ട് കേക്കും. അതെ അതെ, അന്നത്തെ പോലെ തന്നെ. ചെറുത് മതിയേ. ഇതിലും ചെറുതോ? ആ, ഇതിലും ചെറുത്. അതാ ഞാനും ആലോചിച്ചു. അത് മാങ്ങ തിന്ന്. ചേച്ചി ഒരു കാര്യം അറിഞ്ഞോ? ദിലീപ് പൃഥ്വിരാജിന് സിനിമയിൽ അവസരം കൊടുക്കലെന്ന് പറഞ്ഞു. എന്തിനാ? ഞാനാണോ ദിലീപ്? അതൊക്കെ ആൾക്കാർ വെറുതെ പറയാണ്. മല്ലിക സുകുമാരി ഇന്റർവ്യൂല് പറഞ്ഞു. എന്താന്ന്? ഇന്നൊരു റൂമർ ഉണ്ട്, പക്ഷെ മല്ലിക സുകുമാരി അത് വിശ്വസിക്കുന്നില്ല. വിശ്വസിക്കുന്നത് കൊണ്ടല്ലേ മാളു അത് ഇന്റർവ്യൂല് പറഞ്ഞത്. അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടാകും. അത് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അവരുടെ ആ സങ്കടമാണല്ലോ അവർ ആ ഇന്റർവ്യൂല് പറഞ്ഞത്. മനസ്സിലായില്ലേ? അവരൊരു പക്ഷെ അത് വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ എന്നാലും അവര് പറയാണ് ഞാൻ അത് വിശ്വസിക്കുന്നില്ല എന്ന് പറയാണ്. ശരിക്കും അവരുടെ ഉള്ളിന്റെ ഉള്ളില് അവരത് വിശ്വസിക്കുന്നത് കൊണ്ടാണല്ലോ അത് പബ്ലിക്കായിട്ട് പറഞ്ഞത്. അപ്പൊ അവർ പറഞ്ഞത് അത് വിശ്വസിക്കുന്നില്ല. അപ്പൊ അവര് ദിലീപിനെ സപ്പോർട്ട് ചെയ്തല്ലേ പറഞ്ഞേ? അത് അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ. എന്തെങ്കിലും ഒരു ഇഷ്യൂ വരാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്. അപ്പൊ പറഞ്ഞെന്നുമായി, കുറ്റം പറഞ്ഞില്ല എന്നുമായി. അതെ. പക്ഷെ ഇത്ര ഇതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. വല്ലാത്ത ഇഷ്യൂലല്ലേ ഇന്ന്? ദിലീപ് എവിടെയും പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അറിയില്ല. ഒരു പക്ഷേ ദിലീപിനെതിരെ വന്ന റൂമർ ആണെങ്കിലോ? ആവാ. പക്ഷെ പൃഥ്വിരാജിന് അവസരം കൊടുക്കണമെന്ന് പറയാം. പൃഥ്വിരാജ് തന്നെ ഓൺ ഡയറക്ട് ചെയ്യുന്നുണ്ട്, പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അഭിനയിക്കുന്നുണ്ട്. അതെ. പ്രീ പ്രൊഡക്ഷൻ നടന്നുകൊണ്ട് ഇങ്ങനെ കുറെ ഫിലിംസ് ഇറങ്ങണം. അയ്യോ, അമ്മായി പുകയത്ത് നിക്കണം എന്നില്ല, കാരണം അമ്മായിക്ക് പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ല. പിന്നെ ഞാൻ പോട്ടെ. അമ്മായി പൊയ്ക്കോ. മാളു എനിക്ക് ഒരു കാര്യം ചെയ്യണം. എനിക്ക് ഇത് ആയിക്കഴിഞ്ഞാൽ പെറുക്കിയിടാൻ ഒരു പാത്രം എടുത്ത് തന്നിട്ട് മാളുവും പൊക്കോ. ഞാൻ പോണേ. ആ ശരി അമ്മായി. ചേച്ചി ഇത് മതിയാവോ? അത് മതി. ഇടത്തേക്ക് വച്ചേക്കട്ടെ. ചൂടടിക്കോ? നീ ഒരു ഇല്ല, ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് നീ ടേബിൾ സെറ്റ് ചെയ്തോ. പ്രത്യേകിച്ച് നമുക്ക് കഴിക്കാനൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇവിടെ കാവൽ നിൽക്കും. തീ വെക്കോ. ഓക്കെ ഓക്കെ. കുബൂസ് കഴിച്ചിട്ടുണ്ടോ? കഴിച്ചിട്ട് എവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്? ഗൾഫിൽ നിന്ന് കൊണ്ടുവന്നു. ഓ അമ്മോ, ഇവിടെ ഒന്നും അല്ല പിടി. അതെ. അമ്മായിക്ക് കുഞ്ഞു പീസ് അല്ലേ? കുഞ്ഞു പീസ് ഇട്ടു. നിനക്ക് വലിയ പീസ്. നീ ഇതെടുത്തോ, ഇത് വലുതാന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും 2 കഴിക്കും. അത് കാരണം ഞാൻ ചെറുതെടുത്താലും വലുതെടുത്താലും കണക്കാ. ഓക്കെ. ദേ ഇവിടെ നമ്മുടെ ഗ്രേവി ഇരിപ്പുണ്ട്. മാളുവിന്റെ സൈഡിലേക്ക് ഞാൻ സോസ് നീക്കി വെച്ചു, കാരണം അവൾ അതേ എടുക്കുള്ളൂ. അമ്മയ്ക്ക് ഗ്രേവി ആണോ? എരിവില്ല, ഇച്ചിരി. നമ്മുടെ ഈ ചിക്കൻ വറുത്ത ഗ്രേവി മാറ്റിയിട്ട് ഞാൻ ചിക്കൻ അങ്ങ് തീ അങ്ങ് കൂട്ടി വെച്ച് മൊരിപ്പിച്ചെടുത്ത്. മനസ്സിലായോ? ചൂടുണ്ടല്ലേ ആക്ച്വലി. ഹലോ, ഞാനിത് ഉണ്ടാക്കി വെച്ചിട്ട് മണിക്കൂറൊന്നും ആയിട്ടില്ല. അപ്പൊ ഇപ്പൊ ചൂടുണ്ടാവും. സോറി. ആദ്യം ഗ്രേവി നോക്കട്ടെ. ഗ്രേവി തട്ടെ മാളു. സൂപ്പർ അടി. എണ്ണ ഇല്ലാണ്ട് ഇത്തിരി ഗ്രേവി തരാം. നല്ല ടേസ്റ്റ് മാളു. ആഹാ, ഗ്രേവി ഓടി. മാളു പറഞ്ഞ ചൂട് നല്ല ടേസ്റ്റും. ഈ പെണ്ണോട് അത്ര പറഞ്ഞാലും കേൾക്കൂല അമ്മായി. നമ്മള് എപ്പോഴും സോസ് മുക്കി കഴിക്കുമ്പോഴേ ആ ചിക്കന് സോസിന്റെ രുചി തന്നെ കൂടുതലും കിട്ടുള്ളൂ. നമ്മളെപ്പോഴും സോസ് മുക്കി അങ്ങ് കഴിക്കും.
ശീലിപ്പിച്ചാ ഞാൻ ചോദിക്കും. എല്ലാ രുചി അറിഞ്ഞിരിക്കട്ടെ എന്ന് വെച്ച് ഞാൻ ശീലിപ്പിച്ചു. അതൊരു ശീലമാക്കി മാറ്റേണ്ട കാര്യമുണ്ടോ? ഞാൻ രുചി അറിയാൻ വേണ്ടിയിട്ട് കൊടുത്തതല്ലേ അമ്മ. അടുത്ത കപ്പൽ കയറണം. എനിക്ക് തോന്നുന്നു അമ്മ ഇവിടെ ഇരുന്ന് പകല് കപ്പലാണല്ല പരിപാടി. എപ്പ കപ്പൽ വന്നാലും കപ്പൽ വന്നത് പറയും. നല്ല സോഫ്റ്റും ആയിട്ടുണ്ട്, ക്രിസ്പി ആയിട്ടുണ്ട്. ക്രിസ്പി ആയിട്ടുണ്ട്, നല്ല ടെൻഡർ പോലെ ഉണ്ട്. പണ്ട് ട്രീ ചിക്കൻ ഉണ്ടാക്കിയത് ഓർമ്മയുണ്ടോ? ഞാൻ കണ്ടാക്കിട്ടുണ്ടോ? അമ്മയ്ക്ക് ഓർമ്മയുണ്ടോ? അമ്മയുണ്ടോ ടൈം? അമ്മയുണ്ട്. ഓർമ്മയില്ല. നല്ല ടേസ്റ്റാണ് തോന്നുന്നു ട്രീ ചിക്കൻ. ട്രീ പോലെ ഇരുന്നാ? എനിക്ക് അതുപോലെ തോന്നണം. ഇതിലേ ഒരു സാധനം ഇട്ട് അരക്കാൻ മറന്നുപോയി. എന്താണ്? നിങ്ങൾ പറ, എന്തായിരിക്കും? എന്ത് വിഭാഗവാ? പുള്ളിയാ? ഇല. കരിവേപ്പില. മല്ലിയില. 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 എന്നെ മല്ലിയില, കറിവേപ്പില, പുതിന ഇല എല്ലാം തീറ്റിപ്പിച്ച് ചേച്ചിയാണ്. അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ തിന്നുമ്പോൾ ഞാൻ മാറ്റി മാറ്റി വെക്കും. എല്ലാവരെയും തിന്നു കൊടുക്കുക. വാഴ തീറ്റിപ്പിച്ചിട്ടുണ്ട് തോന്നണല്ലേ മാളു? നല്ല മുരിഞ്ഞിരിക്കുന്ന ഭാഗം. അതെ, നമ്മൾ മറ്റേ ചിക്കൻ എന്തോ ഉണ്ടാക്കിയപ്പോ